സൂര്യക്ഷേത്രം എന്ന് കേട്ടാൽ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒഡീഷയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രമാണ്. ഗംഭീരമായ രൂപഭംഗിയും സമ്പന്നമായ ശില്പഭംഗിയും സ്വന്തമായിട്ടുള്ള കൊണാർക്ക് അതിൻ്റെ നഷ്ടപ്രൗഢിയിലും ഒട്ടേറെ സഞ്ചാരികളെയാണ് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കൊണാർക്ക് സൺ ടെമ്പിളിനേക്കാളും 200 വർഷം മുന്നേ പണി കഴിപ്പിച്ച ഒരു സൂര്യക്ഷേത്രമുണ്ട് ഗുജറാത്തിലെ മൊതേരയിൽ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് ഗുജറാത്തിലാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക് കൃഷിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മഞ്ഞപ്പൂക്കളോട് കൂടി ഈ ഒരു പാടം എന്ന് പറയുന്നത് കടുക് പാടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നും മൊതേര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് യാത്ര തിരിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ കാലത്ത് തന്നെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം അഹമ്മദാബാദിൽ നിന്നും ഒരു 98 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ടിക്കറ്റ് എടുക്കണം, എൻട്രി ടിക്കറ്റ് എടുക്കണം. അപ്പം അത്ര വലിയ ചാർജൊന്നുമില്ല എൻട്രി ടിക്കറ്റിനായിട്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ഇന്ത്യൻ വിസിറ്റേഴ്സിന് 25 രൂപയും ഫോറിനേഴ്സിന് 300 രൂപയാണ് ചാർജ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ ടിക്കറ്റ് ഉണ്ട് 30 രൂപയുടെ. അത് ഇവിടെ ലേസർ ഷോ ഉണ്ടാവും വൈകുന്നേരം. അത് കാണണമെന്നുണ്ടെങ്കിൽ ആ ടൈമിലാണ് നിങ്ങളിവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ അതെടുത്ത് അതും കൂടി കണ്ടിട്ട് തിരിച്ചു പോകാം കേട്ടോ. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിന് നേരെ ഉള്ളിലേക്കാണ് പോകുന്നത്. ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു അറേഞ്ച്മെൻറ്റ് തന്നെയാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം ഇപ്പോൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമുക്ക് നല്ലൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് കാണാം. അതിന് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ സറൗണ്ടിങ്ങിൽ ജീവിക്കുന്ന പക്ഷികളും ജീവികളും തന്നെയാണ് കേട്ടോ. ഇഷ്ടം പോലെ തത്തകളെ നമുക്ക് ഈ ഒരു പ്രദേശത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു സ്ഥലം അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇഷ്ടം പോലെ ജീവികളും കുറേ ആളുകളും പണിക്കായിട്ടൊക്കെ നിൽക്കുന്നത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ നേരെ കാണുന്നതാണോ സൂര്യക്ഷേത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്നതല്ല, അതിൻ്റെ ബാക്കിലുള്ളതാണ് മെയിൻ ശ്രീകോവിലൊക്കെ ഇരിക്കുന്ന ആ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ സൂര്യകുണ്ട് എന്ന് പറയുന്ന ഒരു കുളം. ഇതിനെ രാമകുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി, ചരിത്രവും കഥകളൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയെ തന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കണ്ടിട്ട് നേരെ അകത്തേക്ക് പോവാം. പിന്നീട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ഷേത്രം പണിതതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ചാലുക്യ രാജവംശത്തിലെ ഭീമൻ ഒന്നാമൻ്റെ ഭരണകാലത്താണ് ഈ ഒരു ക്ഷേത്രം ഇവിടെ പണിയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1024 1025 ആ ഒരു കാലഘട്ടത്തിൽ ഗസ്നിയിലെ മുഹമ്മദ് ഭീമയുടെ രാജ്യം ആക്രമിക്കാനായിട്ട് വരികയുണ്ടായിരുന്നു. ഏകദേശം 20,000-ലധികം സൈനികരെ കൊണ്ടാണ് ആക്രമണത്തിനായി വന്നത്. ഇവരൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് ഭീമൻ ഒന്നാമൻ ആ ഒരു യുദ്ധത്തിൽ വിജയിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം തന്നെ പണിതത്. മാത്രമല്ല ഇതിൻ്റെ ആർക്കിടെക്ചർ ശൈലി എന്ന് പറയുന്നത് ചാലുക്യ ആ ഒരു രീതിയിലുള്ള ആർക്കിടെക്ചറാണ്. മാരു ഗുജ്ജർ എന്ന് പറയുന്നൊരു ആർക്കിടെക്ചർ രീതിയാണ് കേട്ടോ ഇവിടെ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് പോകുമ്പോൾ ഇതിലേ വേണം നമുക്ക് അകത്തേക്ക് കയറാനായിട്ട്. ചെറിയൊരു എൻട്രൻസ് ഉണ്ട് ഇവിടെ. നേരെ നമ്മൾ കാണുന്നത് ഇതിൻ്റെ സഭാമണ്ഡപം എന്ന് പറയുന്നൊരു ഭാഗമാണ് കേട്ടോ. ഈ ഒരു ക്ഷേത്രത്തെ 3ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 3ആയിട്ട് തിരിച്ചു എന്ന് പറയുമ്പോൾ ആദ്യം കാണുന്നത് ഗുദാമണ്ഡപമാണ്. ഗുദാമണ്ഡപം എന്ന് പറയുന്നത് നമ്മുടെ ശ്രീകോവിൽ ഏറ്റവും പുറകിൽ കാണുന്നത്. പിന്നെ ഈ നേരെ ഇപ്പോൾ ക്യാമറയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് സഭാമണ്ഡപം. അതായത് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ എന്തെങ്കിലും പരിപാടികൾ, നൃത്തം, അങ്ങനത്തെ കലകളും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഈ ഒരു ഭാഗത്താണ് അത് നടക്കുക കേട്ടോ. പിന്നെ നേരെ നിങ്ങൾ ആദ്യമേ കണ്ട നമ്മുടെ ഇപ്പുറത്തെ സൈഡിലുള്ളത് ഈ ഒരു സഭാമണ്ഡപിൻ്റെ ഫ്രണ്ടിൽ ആയിട്ടുള്ള ഈ ഒരു കുണ്ടാണ്. അതായത് ഈ ഒരു കുളം അതാണ് കേട്ടോ. ഇങ്ങനെ 3 പാർട്ടായിട്ടാണ് ഈ ഒരു സൂര്യക്ഷേത്രത്തെ തിരിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ആകർഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ തന്നെ കണ്ട ഒരു കുളം തന്നെയാണ് കേട്ടോ. ആ കുളമാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്കിവിടെ തോന്നിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ കുളങ്ങൾ ഇങ്ങനെ പടവ് കിണർ അല്ലെങ്കിൽ പടവ് കുളം ഒക്കെ കാണാനായിട്ട് നല്ല രസമാണ് അത് കണ്ടിരിക്കാൻ തന്നെ. ആദ്യമൊക്കെ ഈ ഒരു കുളത്തിലേക്ക് ഇറങ്ങാനൊക്കെ ആയിട്ട് പറ്റിയിരുന്നു. ഞാൻ 2 കൊല്ലം മുന്നേ വന്നപ്പോൾ ഇവിടെ ഇറങ്ങാനൊക്കെ ഉള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ അവിടെ ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും തോന്നുന്നു അതുകൊണ്ടായിരിക്കണം അവിടെ ഇപ്പോൾ ലോക്ക് ചെയ്തേക്കുന്നത്. കുളത്തിന് ചുറ്റും അവർ വേലി കെട്ടി തിരിച്ചിട്ടുണ്ടെന്ന് പറയില്ലേ, അതുപോലെ തിരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണുന്ന എല്ലാതും നല്ല ഡീറ്റെയിലിംഗ് ആയിട്ടുള്ളൊരു കൊത്തുപണികൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഈ കാണുന്ന ഭാഗത്തൊക്കെ ആനയുടെ മസ്തകാണ്, അതായത് ആനയുടെ ശിരസ്സാണ് ചെയ്തു വെച്ചേക്കുന്നത്. കുറേ എണ്ണൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഈ ഒരു ക്ഷേത്രം കുറേ മുഗളന്മാരുടെ കുറേ ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുള്ളൊരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ. പിന്നെ ഇതിനകത്തുള്ള കുറേ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല അട്രാക്റ്റീവായിട്ട് തന്നെ തോന്നും. പിന്നെ ഇതിനകത്ത് 52ഓളം
പില്ലേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 52 ആഴ്ച ഉണ്ട് അതിനെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് ആ പില്ലേഴ്സ് തന്നെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ സൂര്യൻ്റെ ഭ്രമണവും അതുപോലെ തന്നെ ഈ ഭൂമിയുടെ പരിക്രമണവും എല്ലാം നമുക്ക് അതിനൊക്കെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പുറമേ നിന്നുള്ള കുറച്ച് കാഴ്ചകളും അതിൻ്റെ കൊത്തുപണികളുടെ ആ ഒരു ഭംഗിയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു ഇത് വെച്ച് കെട്ടി വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആളുകൾ വന്നും നിന്നും ചാരി നിന്നൊക്കെ ഫോട്ടോ എടുത്ത് അത് തട്ടി മുറ്റൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. പിന്നെ ഇതുപോലെ ഒരു പില്ലർ ആ കുളത്തിൻ്റെ ആ ഭാഗത്തുണ്ട് കേട്ടോ. പക്ഷെ അതിലത്തെ മുകളിലത്തെ ടോപ്പൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണതായിരിക്കണം, അവിടെ അത് കാണുന്നില്ല. ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോഴും നമുക്കിങ്ങനെ കൊത്തുപണികളൊക്കെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും കേട്ടോ. അത് വളരെ മനോഹരമായിട്ടും അതുപോലെ തന്നെ അത് ഇനി എത്രയും മനോഹരമാക്കുന്നത് അതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. അതുകൊണ്ടില്ലേ ഓരോ ഡീറ്റെയിലിങ്ങും ഓരോ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ശരിക്കും എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ അതിങ്ങനെ നോക്കി നിൽക്കും. അത്രയ്ക്കും മനോഹരമായ രീതിയിൽ തന്നെയാണ് അതിൻ്റെ കൊത്തുപണികളൊക്കെ കാണാനായിട്ട്. പിന്നെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിരിക്കുന്ന ഭാഗമാണ് കേട്ടോ ഇത്. അതിൻ്റെ ആ ഒരു മുകളിലത്തെ താഴികക്കുടം വെച്ചിരുന്നതൊക്കെ ഇവിടെ നിന്ന് കട്ടുകൊണ്ടുപോയി എന്നാണ് കേട്ടോ ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചത്. അതൊക്കെ ഇവിടെ നിന്ന് മുഗളന്മാർ അടിച്ചു മാറ്റി കൊണ്ടുപോയ കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ ഈ ഒരു ശ്രീകോവിലിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെ പ്രതിഷ്ഠയും കാര്യങ്ങളൊന്നും ഇല്ല. അവിടുത്തെ സൂര്യദേവൻ്റെ ഒരു വലിയൊരു വിഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ തലയിലൊക്കെ രത്നങ്ങൾ പതിപ്പിച്ച രീതിയിലാണ്, വജ്രങ്ങളും രത്നങ്ങളും പതിപ്പിച്ച രീതിയിലുള്ളൊരു സൂര്യദേവൻ്റെ വിഗ്രഹമായിരുന്നു ഈ ഒരു ശ്രീകോവിലിനകത്ത് ഉണ്ടായിരുന്നത്. മാത്രമല്ല വിഷുദിനത്തിൽ വരുന്ന സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനകത്തേക്ക് പ്രവേശിക്കുകയും ആ ഒരു രത്നങ്ങളിൽ തട്ടി ഇത് പ്രതിധ്വനിച്ച് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അകത്ത് മൊത്തം നല്ല രീതിയിലുള്ള പ്രകാശവും സൂര്യരശ്മികളും ഉണ്ടാവുമെന്നാണ് കേട്ടോ ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അതിനൊക്കെ സൂചിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ. കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തൊക്കെ ഹോളാണ്. ഇതിനകത്ത് കൂടെ ഒക്കെ ശരിക്കും ആ ഒരു ശ്രീകോവിൽ സൂര്യപ്രകാശം അകത്തേക്ക് കയറാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിനെ വലം വെച്ച് വരുമ്പോൾ കുറേ കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട്, കുറേ വിഗ്രഹങ്ങൾ നമുക്കിവിടെ കാണാനൊക്കെ ആയിട്ട് പറ്റുന്നുണ്ടോ. പിന്നെ നല്ല രീതിയിലുള്ള കൊത്തുപണികളാണ് സീലിങ്ങിലൊക്കെ വന്നേക്കുന്നത് കേട്ടോ. അതിമനോഹരമായ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ സീലിങ്ങിലത്തെ ആ ഒരു ശരിക്കും ഒരു താമര വിരിഞ്ഞ് നിൽക്കുന്ന രീതിയിലൊക്കെ ഉള്ള കുറേ ഡിസൈൻസൊക്കെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു അത്ഭുതം എന്നൊക്കെ പറയാം ഈ ഒരു കൊത്തുപണികളൊക്കെ. അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ട് തോരെ കഷ്ടപ്പെട്ടുണ്ടാവില്ല ഇങ്ങനെയൊക്കെ ആക്കി തീർക്കാനായിട്ട്. പിന്നെ ഇതിനൊക്കെ കുറേ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് സൂക്ഷിച്ച് നോക്കിയാലൊക്കെ മനസ്സിലാവും. ചില ശില്പങ്ങൾക്ക് കാലും കൈയും തലയൊക്കെ ഇല്ലാത്ത രീതിയിലൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ക്ഷേത്രത്തെ വലം വെച്ച് വരുമ്പോൾ ഇവിടെ ഗുജറാത്തി സ്റ്റൈലിലാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. കുറച്ചിവിടെ ഡാൻസേഴ്സൊക്കെ വന്നിട്ട് കുറച്ച് നൃത്തം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെയും ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ സൂര്യൻ്റേതെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള കുറേ അടയാളങ്ങൾ, കുറേ സിമ്പിൾസൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറയണ്ടായിരുന്നു ഒരു ആനയുടെ ആ മസ്തകം, അത് ഈ ഒരു ക്ഷേത്രത്തിന് ചുറ്റും ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതും നല്ല മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ആനയുടെ മസ്തകത്തിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് മിക്ക കൺസ്ട്രക്ഷൻസിലും അല്ലെങ്കിൽ പണ്ട് കാലത്ത് ഉണ്ടാക്കിയുള്ള മിക്ക ക്ഷേത്രങ്ങളായിക്കോട്ടെ എന്ത് നിർമ്മിതികളായിക്കോട്ടെ അവിടെ നമുക്ക് ഇതുപോലെ ആനയുടെ മസ്തകം തീർച്ചയായിട്ടും കാണാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 1-2 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള സൈറ്റുകൾ ഞാൻ വിസിറ്റ് ചെയ്യുന്നുണ്ടായി. അവിടെ എല്ലായിടത്തും എനിക്ക് ഇതുപോലെ കാണാൻ പറ്റി. ഇതാണ്ടോ ഞാൻ പറഞ്ഞ മറ്റേ നമ്മുടെ 52 ആഴ്ചകൾ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള പില്ലേഴ്സിന് വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ സഭാമണ്ഡപം. ഇതിനകത്താണ് ആ ഒരു സംഭവം ഇത് കണ്ടത്. നിങ്ങൾ ഇത് നോക്കി എത്രയ്ക്കും സ്റ്റെപ്പൊക്കെ ആയിട്ടാണ് ഈ ഒരു സീലിംഗ് ചെയ്ത് വെച്ചേക്കുന്നത്. എങ്ങനെ ചെയ്തു, ഇതെങ്ങനെ ഫിറ്റ് ചെയ്തു എന്നുള്ളതൊക്കെ ഭയങ്കര സംഭവമാണ് കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ നന്നായി സ്റ്റഡി ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ള ആ ഒരു സയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഈ ഒരു ഡീറ്റെയിലിംഗ് വർക്ക് അത് പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഗുജറാത്തിലൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ മൊധേരയിലെ ഈ ഒരു സൺ ടെമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് കൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ചിങ്ങനെ നടന്ന് ഇങ്ങനെ എല്ലാ പില്ലേഴ്സിലും പല തരത്തിലുള്ളതുണ്ട്, പല തരത്തിൽ പല വിധത്തിലുള്ള ഡിസൈൻസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. എല്ലാ ഭാഗത്തും ഒരു എന്താ പറയുക, ഒരു സ്പോട്ട് പോലെ അവർ മിസ് ചെയ്യാതെയാണ് അവർ ആ ഒരു ഡിസൈൻ കൊണ്ട് കവർ ചെയ്തേക്കുന്നത്.
നമ്മളിങ്ങനെ ചില സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടൊക്കെ കാണാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിവിടെ കാണാനായിട്ട് പറ്റില്ല. ഇതിനൊക്കെ പല രീതിയിലുള്ള അർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് ഇങ്ങനത്തെ സ്ക്വയറും പിന്നെ ഇപ്പുറത്തെ സൈഡിലൊക്കെ വേറൊരു ആൾ രൂപമാണ് ചെയ്തേക്കുന്നത്. എന്താണ് അതിൻ്റെ പിന്നിലെ ലോജിക്ക് എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ നമ്മൾ സൺ ടെമ്പിളിൽ നിന്ന് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് എവിടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺ ടെമ്പിളിൻ്റെ മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. ഈ ഒരു മ്യൂസിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ഷേത്രത്തിൽ നിന്നും അടർന്നു വീണതും പിന്നെ കാലങ്ങളായിട്ട് ഇവിടെ കുറേ യുദ്ധങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മുഗളന്മാർ കയറി ആക്രമിച്ചിരുന്നു. ആ സമയത്ത് തകർന്നു പോയതുമായ ശില്പങ്ങൾ കണ്ടില്ല, തലയില്ലാതൊക്കെ ഇരിക്കുന്നതാണെങ്കിൽ. അപ്പോൾ ഇതേപോലെയൊക്കെയുള്ള ശില്പങ്ങൾ പിന്നെ ഈ കാലാവസ്ഥ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ ഈ സംഭവങ്ങളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു മ്യൂസിയം ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു മ്യൂസിയത്തിലേക്ക് പോകാൻ എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ആ എടുക്കുന്ന ടിക്കറ്റിൽ 25 രൂപയുടെ ടിക്കറ്റിൽ അതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അതിമനോഹരമായ രീതിയിലുള്ള സ്റ്റോൺ വർക്കുകളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ ഈ പുറത്ത് വെച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നത് അതിനകത്ത് വെക്കാൻ സ്ഥലമില്ലാതെ പുറത്ത് വെച്ചുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ അത്ര അധികം കല്ലുകൾ ഇവിടെ ഉണ്ട്. ഇതൊന്നും നശിപ്പിച്ച് കളയാൻ പറ്റില്ല. അത്രയ്ക്കും മനോഹരമായ രീതിയിലാണ് ചെയ്ത് വെച്ചേക്കുന്ന ഡിസൈനുകൾ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് രൂപങ്ങളും പിന്നെ മഹാവിഷ്ണുവിൻ്റെ, ഗണപതിയുടെ എല്ലാവരുടെയും ശില്പങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഈ ക്ഷേത്രത്തിൽ കണ്ടതുപോലെ തന്നെയുള്ള കുറേ ശില്പങ്ങൾ ഇതിലുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ പോയിട്ടും ഈ ക്ഷേത്രം കണ്ടിട്ട് കൂടി ഇതിനകത്തുനിന്ന് എവിടെ നിന്നാണ് ഇത്ര വലിയ ശില്പങ്ങൾ പൊളിഞ്ഞ് വന്ന് വീണിട്ടുള്ളത് എന്നുള്ള ഒരു ഐഡിയ എനിക്ക് കിട്ടിയില്ല. പിന്നെ ആ കുളത്തിൻ്റെ അവിടെ കുറേ ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലത്തെ കുഞ്ഞി ശില്പങ്ങൾ ആ ഒരു പോണ്ടിനകത്തുണ്ട്. അത് ഞാൻ ആദ്യത്തെ വരവിൽ ഞാൻ അകത്തു കൂടെ ഒക്കെ നടന്നിങ്ങനെ പോയിരുന്നു. ആ സ്റ്റെപ്പിനടിയിൽ കൂടെ വെള്ളം വരെ ഞാൻ പോയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് പോകാനായിട്ട് പറ്റിയിട്ടില്ല. അവിടെ നല്ല രീതിയിൽ അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ നമ്മളത് റിസ്ക് എടുത്ത് അങ്ങോട്ട് കിടക്കാനൊന്നും നിന്നില്ല. സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കയറുമ്പോൾ തന്നെ എൻട്രൻസിൽ അവിടെ ആ ഒരു ടൈം എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന ടൈമിനകത്താണ് ഇതിനകത്തേക്കുള്ള വിസിറ്റേഴ്സ് അലൗഡ് ചെയ്യുന്നത്. പിന്നെ എല്ലാ ശില്പങ്ങളുടെയും ഇവിടെ അതിൻ്റെ പേരും കാര്യങ്ങളും വർഷങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം തകർന്നു പോയേക്കാണ് കേട്ടോ. കുറേ എണ്ണങ്ങൾ ഇങ്ങനെ അതിൻ്റെ പീഠഭാഗം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ തകർത്ത് തരിപ്പണമായി പോയേക്കാണ്. പിന്നെ കുറേ എണ്ണമൊക്കെ ഫുൾ ഇതിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് ഞാൻ നിങ്ങൾക്കിപ്പോൾ ഇനി അങ്ങോട്ട് ഫ്രണ്ടിലേക്കുള്ള മൂമെൻറ്റ്സിൽ ഞാൻ കാണിച്ചു തരാം. ഇതെന്താണെന്ന് കറക്റ്റ് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ നമ്മൾക്കത് എത്രത്തോളം വർക്കാവും എന്നുള്ളത് നമുക്ക് അത് ഓരോരുത്തരെ പെർസ്പെക്റ്റീവിൽ നോക്കി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ വേണ്ടിയില്ലേ ഓരോ വിഗ്രഹങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഇനി വിഗ്രഹങ്ങളാണ് ഉള്ളത് കേട്ടോ. ഇങ്ങനെ വിഗ്രഹങ്ങൾ, ശില്പങ്ങളൊക്കെയാണ് ഉള്ളത്. അത് ഈ ക്ഷേത്രത്തിൽ നിന്നും വീണ് പോയതോ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ടതോ ആയ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി പറയാണ്, ഗുജറാത്തിൽ നിങ്ങൾ കറങ്ങാനായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടാണ് മൊതേര എന്ന ഗ്രാമത്തിലുള്ള ഈ ഒരു സൺ ടെമ്പിൾ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം. അത് എനിക്കും കൂടി ഒരു ഉപകാരമായിരിക്കും, അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർക്കും ഒരു ഉപകാരമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ. പിന്നെ കുറച്ച് ഞാൻ ഈ ഒരു മ്യൂസിയത്തിൻ്റെ ക്ലിപ്സ് ഒന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി കണ്ടിട്ട് എല്ലാവർക്കും ബൈ. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഇറങ്ങുന്ന വഴിക്ക് ഒരു പേരക്കയും കുറച്ച് ഉപ്പും മുളകൊക്കെ ഇട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബൈക്ക് ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. ഇതാണ് കേട്ടോ അതിന് തൊട്ടടുത്തുള്ള ആ ഒരു നദി എന്ന് പറയുന്നത്. പിന്നെ കുറേ ടൂറിസ്റ്റായിട്ട് സ്കൂള്, കോളേജ് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ അടുത്ത യാത്ര ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക്